പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് നൽകി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒത്തിരിയേറെ മേഖലകളിലൂടെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന് നമുക്ക് നന്ദി പറയും. അപകടകരമായ ഒരു കാലഘട്ടത്തിൽ ദൈവകൃപയിലും ദൈവൈക്യത്തിലും നമ്മുടെ മക്കള് അതിശക്തമായി വളർന്നില്ലെങ്കിൽ ലോകാരൂപിയും അതിൻ്റെ അതിപ്രസരണങ്ങളും ഒത്തിരിയേറെ ശത്രുക്കളാൽ നിറയപ്പെട്ട ഈ ലോകത്തിന്റെ ശക്തി, ആഭിചാര്യ അല്ലെങ്കിൽ പൈശാചിക പീഡകള്, ആരാധനകള്, മാധ്യമങ്ങള്, ഇതൊക്കെ നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ മക്കള് ദൈവകൃപയില് ദൈവൈക്യത്തില് അതിശക്തമായി വളരണമെന്ന് ഈ 2026 അതിശക്തമായിട്ട് ദൈവം നമ്മോട് പറയുന്ന കാര്യമുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു വലിയൊരു മേഖല നമ്മുടെ ദേവാലയങ്ങളിൽ നടക്കുന്ന തിരുനാളുകൾ. ഈ ദിവസങ്ങളൊക്കെ ഒത്തിരിയേറെ ദേവാലയങ്ങളിൽ ദേവാലയ എന്താ പറയുക പ്രസംഗത്തിന്, തിരുനാൾ പ്രസംഗത്തിന്, വിശുദ്ധ കുർബാനയ്ക്ക്, ധ്യാനങ്ങൾക്കൊക്കെ പോകാനിടയായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ധ്യാനത്തിനൊന്നും അധികം ആളുകളില്ല, വിശുദ്ധ കുർബാനയ്ക്ക് അധികം ആളുകളില്ല. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ദൈവകൃപയിൽ നിറയപ്പെടാനൊക്കെ ഈ തിരുനാളുകള് ഉപകരണമാക്കേണ്ടതിന് പകരം ഭൗതികമായ ആഘോഷങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് കാണുമ്പോൾ എന്തിനു വേണ്ടി ഇത് നടത്തുന്നു എന്ന് പറഞ്ഞാല് വലിയ വെടിക്കെട്ടുകൾ, ലക്ഷങ്ങൾ മുടക്കി. കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ അടുത്തൊരു പള്ളിയെ കുറിച്ച് 8-9 ലക്ഷത്തിന്റെ വെടിക്കെട്ടുകൾ. അത് കാണാൻ വേണ്ടി അനേകായിരങ്ങൾ, ഭയങ്കരമായ വാദ്യമേളങ്ങൾ, ശിങ്കാരിമേളം, അതോടൊപ്പം തന്നെ അസുരമായ വാദ്യങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, DJ പാർട്ടി, ഫ്യൂഷൻ, അതിനൊക്കെ നമ്മുടെ മക്കൾ കിടന്ന് തുള്ളി ചാടി കഞ്ചാവടിച്ച് മയക്കുമരുന്നടിച്ച് എല്ലാം കൂടി ആടി തിമർക്കുമ്പോ കാണുമ്പോ ഭയങ്കര സങ്കട. കാരണം ലോകാരൂപി അതിപ്രസരിച്ചു വരുമ്പോ ഇതൊക്കെ ലോകാരൂപിയുടെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പൈശാചികമായ കാര്യങ്ങളാണ്. ദൈവകൃപയില് നമ്മുടെ മക്കളെ വളർത്താനോ ദൈവൈക്യത്തില് ദൈവത്തിന്റെ മക്കളെ ഉണർത്താനോ ഒരുമിപ്പിക്കാനോ ഐക്യപ്പെടുത്താനോ പറ്റാത്ത കാര്യങ്ങൾ. ആ കാര്യങ്ങൾക്കൊരു പ്രാധാന്യമില്ല. ഏത് കാര്യം? വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന, വിശുദ്ധമായ ഭക്തി നിർഭരമായ പ്രദക്ഷിണം, അതുമായിട്ട് ബന്ധപ്പെട്ട ആത്മീയമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ഭൗതികമായ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം, അതിന് ഭയങ്കര താല്പര്യം, അതിനുവേണ്ടി പൈസ മുടക്കാൻ യാതൊരു മടിയില്ല, അതിനുവേണ്ടി സമയം കണ്ടെത്താൻ യാതൊരു മടിയില്ല. പല പള്ളികളിൽ ഞാൻ പികഞ്ഞപ്പോ ഞാൻ ഓർക്കുക, നമ്മൾ 3-4 മണിക്കൂർ നിന്ന് ചങ്കുപൊട്ടി പറയണം, പ്രസംഗിക്കണം. മിക്കവാറും പള്ളികളിൽ ആ പള്ളിയിലുള്ള ചെറിയൊരു സൗണ്ട് സിസ്റ്റം ഉണ്ട്, ഒരു ഫീഡ്ബാക്ക് പോലും നന്നായിട്ട് തരില്ല. എന്നാൽ ഒരു 3 മണിക്കൂർ ഗാനമേളയ്ക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട ഫ്യൂഷന്, DJ പാർട്ടിക്ക് പെട്ടിക്കണക്കിന് എന്ന് പറയാ കെട്ടിടത്തോളം ഉയരമുള്ള ബോക്സുകള്, ഫീഡ്ബാക്കുകള്, ലക്ഷങ്ങൾ മുടക്കും, ലക്ഷങ്ങൾ സൗണ്ട് സിസ്റ്റത്തിന്. ധ്യാനം കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ചെറിയൊരു ധ്യാന കേന്ദ്രത്തിനൊരു ചെറിയ ജിയേക്കത്തിനും, അത് വളരെ ഞാൻ കണക്ക് പറയല്ല മക്കളെ. എന്നാലും മറ്റു ഭൗതികമായ ഈ വക കാര്യങ്ങൾക്ക് ലക്ഷങ്ങൾ മുടക്കാനും വെടിക്കെട്ടിന് ലക്ഷങ്ങൾ മുടക്കാനും ഒക്കെ താല്പര്യം കാണിക്കുന്ന ദേവാലയങ്ങള്, അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ടവര്, ജനങ്ങള്, ദൈവികമായ കാര്യങ്ങൾക്ക് സമയമില്ല. ഇതിൽ ധ്യാനത്തിനും മറ്റും പങ്കെടുക്കുന്നവരോ, ഞങ്ങൾ ചില പള്ളി പോയി, പെരുന്നാൾ പ്രസംഗമാണ്, വലിയ പള്ളി കാലിയാണ്. പള്ളിയുടെ കുർബാനകൾ കഴിയാറാപ്പേക്കും പിള്ളേരും ആളുകളും പള്ളി അങ്ങോട്ട് നിറഞ്ഞു. പിന്നെ വാദ്യമേളങ്ങൾ തുടങ്ങി, തുള്ളിച്ചാട്ടം തുടങ്ങി, പിന്നെ പ്രദക്ഷിണമായി, അത് കഴിഞ്ഞ പിന്നെ വെടിക്കെട്ട്. പിന്നെ ഞാൻ അതൊക്കെ ഫേസ്ബുക്കിൽ കണ്ടു, അതിന്റെ വീഡിയോസ് ഒക്കെ. പ്രിയപ്പെട്ടവരെ, അതിനെന്തുമാത്രം ജനങ്ങൾ, എന്തിനു വേണ്ടി? ഞാൻ കഴിഞ്ഞ ദിവസം കർത്താവില്ലാത്ത വെടിക്കെട്ടും പുണ്യവാളനില്ലാത്ത തിരുനാളുകളും കൊണ്ട്, പിന്നെ അസുരമാധ്യങ്ങളുടെ അസുരന്മാരെ വിളിച്ചു വരുത്തി തുള്ളിച്ചാടിയും പൈശാചികമായ ലോകാരൂപിയുടെ ജഡികാരൂപിയുടെ പൈശാചിക ശക്തികളെ വിളിച്ചിറക്കി ആഘോഷിക്കുന്ന ഈ
ആഘോഷങ്ങളിലൊന്നും നമ്മുടെ മക്കളെ സഹായിക്കുന്ന, ദൈവകൃപ നൽകുന്ന, ദൈവൈക്യത്തിൽ ബലപ്പെടുത്തുന്ന ശക്തമായ ഒരു ആത്മീയത നഷ്ടപ്പെട്ടു പോയി. ഇനി അതിന് കൂടെ നിന്ന് ചണ്ട കൊട്ടുന്ന ആ വൈദികരും അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന് ഡാൻസ് കളിക്കുന്ന മക്കളെ കൂട്ടാനാണെന്നൊക്കെ പറയുന്നത്. എൻ്റെ മക്കളെ, നമ്മുടെ ദേവാലയങ്ങളും നമ്മുടെ വൈദികരും നമ്മുടെ ആഘോഷങ്ങളും ദേവാലയവുമായി ബന്ധപ്പെട്ടത് വിശുദ്ധിയുടെയും ദൈവകൃപയുടെയും അതിലേക്ക് അടുപ്പിക്കണം. അല്ലാണ്ട് ആളുകളെ കൂട്ടാൻ വേണ്ടി ഈ വക പരിപാടി വച്ചിട്ടൊന്നും നമ്മുടെ മക്കളോ നമ്മുടെ കുടുംബങ്ങളോ നമ്മുടെ ദേശമോ അനുഗ്രഹിക്കപ്പെടില്ല പെടില്ല എന്ന സത്യം ഇതുവരെയും നമ്മുടെ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഈ ലോകത്തിന്റെ ദൈവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കി ക്രിസ്തുവിന്റെ പ്രകാശം മനസ്സിലാക്കി ഇതിലൂടെ ലഭിക്കുന്ന കൃപകളെ, ദൈവിക ശക്തിയെ, പുണ്യവാന്മാരിൽ നിറഞ്ഞ കൃപകളെ അതെല്ലാം അവഗണിച്ച് ദൈവമക്കൾ സ്വീകരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന പിശാച് ഈ ആഘോഷങ്ങളിൽ വിജയിച്ചു. ഞങ്ങൾക്കാണ് ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് ഇതിനൊക്കെ ഓടിക്കൂടുക ആളുകൾ. ഒത്തിരിയേറെ കഷ്ടപ്പെടും. രാത്രി 2, 3, 4 നേരം വെളുക്കണവരെ ആഘോഷങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ മക്കളെ വളർത്തില്ല. നമുക്ക് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ ദേവാലയങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന, കൂദാശകളെ പരിക്രമം ചെയ്യുന്ന പുണ്യവാന്മാർ തിരുനാള്, കൃപ നിറഞ്ഞവർ തിരുനാൾ ആഘോഷിക്കുന്ന ആഘോഷങ്ങള്, ദേവാലയത്തിലെ കർമ്മങ്ങള് ഒരിക്കലും ദൈവകൃപ നഷ്ടപ്പെടുത്താതെ ദൈവൈക്യത്തിലേക്ക് ഉണർത്താതെ പോകാൻ ഇടയാകരുത്. കൃപ നിറയണം, ദൈവൈക്യത്തിൽ വളരണം, കൂദാശകൾ സ്വീകരിക്കണം, യേശുവിനെ സ്വീകരിക്കണം. ആ പുണ്യവാന്മാരുടെ ജീവിത മാതൃക, അവരിൽ നിറഞ്ഞ ദൈവകൃപ സ്വന്തമാക്കണം. അതിനുവേണ്ടി ആഘോഷിക്കണം. പ്രത്യേകിച്ച് ഈ ജനുവരി, ഈ നോമ്പിന് മുമ്പുള്ള ഈ കാലഘട്ടം ഒത്തിരിയേറെ തിരുനാളും ആഘോഷങ്ങളും വെടിക്കെട്ടുകളും ഇല്ല. പൊന്നോ, ഈ തവണ എന്ത് വെടിക്കെട്ടായിരുന്നു! മിക്കവാറും പള്ളികളിലൊക്കെ ഭയങ്കര വെടിക്കെട്ട് ആഘോഷപ്പെടുത്തി. ഞാൻ ഈ അങ്കമാലി, ചാലക്കുടി, തൃശ്ശൂർ ഏരിയ ആയതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഭയങ്കരമായ ആഘോഷത്തിലൂടെ ലോകാരൂപി ഏറ്റെടുത്ത തിരുനാൾ ആഘോഷങ്ങളായിരുന്നു മിക്കവാറും എല്ലാം ഞാൻ കണ്ടെടുത്തോളൂ. സങ്കടത്തോടുകൂടി പറയാണ്, ഇത് നമ്മുടെ മക്കളെ വളർത്തില്ല, ദൈവകൃപയിൽ ജ്വലിപ്പിക്കില്ല, ദൈവൈക്യത്തിൽ ഐക്യപ്പെടുത്തില്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, ലോകാരൂപിയെ വിളിച്ചു വരുത്തി നമ്മുടെ ദേവാലയങ്ങള്, നമ്മുടെ തലമുറ പിശാചിന് അടിയറ വയ്ക്കുമ്പോൾ നമ്മുടെ മക്കളെ ഇതിൽ നിന്നൊക്കെ മാറ്റി ദൈവകൃപയുള്ള മക്കളാക്കി കൂദാശകൾ സ്വീകരിച്ച് ദേവാലയത്തിന് പരിശുദ്ധി സക്രാരി ബന്ധത്തിൽ ആഴപ്പെടുത്തി നമ്മുടെ മക്കൾ വളരണം. ദേവാലയത്തിലേക്ക് പോലും പ്രവേശിക്കാതെ ദേവാലയ പരിസരത്ത് ഓടിക്കൂടി മദ്യപിച്ച് ലഹരിയിലാണ്ട് തുള്ളിച്ചാടി ആടിപ്പാടുന്ന ഒരു സമൂഹമല്ല ദേവാലയ ബന്ധിയായിട്ട് നമുക്ക് വേണ്ടത്. ദേവാലയത്തില് വചനം കേട്ട് കുദാശകൾ സ്വീകരിച്ച് വിശുദ്ധരുടെ മാതൃക പിഞ്ചെന്ന് അവരുടെ മാധ്യസ്ഥം യാചിച്ച് വലിയ ദൈവകൃപയിൽ കൂട്ടായ്മയിൽ ദൈവത്തിന്റെ മക്കളുടെ പരിശുദ്ധിയോടെ കുദാശകൾ സ്വീകരിച്ച് കൃപ നിറയുന്ന ദൈവൈക്യം പ്രാപിക്കുന്ന മക്കളായിട്ട് മാറണം നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ ഇടവകകള്, നമ്മുടെ ആഘോഷങ്ങള്, നമ്മുടെ കുദാശ പരിക്രമങ്ങൾ. ഈ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അച്ഛൻ വേദനയോടുകൂടി പറയുമ്പോൾ ഇതറിയാവുന്ന മക്കള് ഈ മേഖലയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ചിലതൊക്കെ നശിച്ചു പോണ കണ്ടിട്ടും വീണ്ടും അതിനു വേണ്ട പരിഹാരങ്ങളും വഴികളും ഉണ്ടായിട്ടും അതിന് പ്രാധാന്യം കൊടുക്കാതെ വീണ്ടും ആ ലോകാരൂപിയിലേക്കും ഈ പൈശാചികമായിട്ടുള്ള കാര്യങ്ങളിലേക്കും വലിച്ച് ഇഴച്ചുകൊണ്ട് നമ്മുടെ മക്കളെ നശിപ്പിക്കുന്ന ദേവാലയങ്ങളെയും ആഘോഷങ്ങളെയും കാണുമ്പോൾ സങ്കടമുണ്ട്. അതുകൊണ്ട് മാത്രം ഒരു വേദന പങ്കുവെക്കുകയാണ്. നമ്മുടെ മക്കളാരും നശിക്കാൻ പാടില്ല, നമ്മുടെ ഇടവകൾ നശിക്കാൻ പാടില്ല. കൃപയില്, വിശുദ്ധിയില്, ചൈതന്യത്തില്, അഭിഷേകത്തില്, സ്വർഗത്തിന് സഹായത്തില് വളരണം. ഇത് പിശാചികളെ വിളിച്ചു നമ്മുടെ അസുരവാദ്യവും മരുത്തുള്ളലും ഡാൻസും പാർട്ടിയും ഇതൊന്നും ദൈവകൃപ നൽകുന്ന കാര്യങ്ങളൊന്നല്ല മക്കളെ. അതല്ലാന്ന് മാത്രമല്ല, മറ്റെന്തൊക്കെയോ ശക്തികളെയും ലോകാരൂപികളെയും കൊണ്ടുവന്ന് ജനത്തെ മക്കളെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള സത്യം മറക്കണം. പ്രാർത്ഥിക്കാം. ദൈവം നമ്മെയും നമ്മുടെ വൈദികരെയും നമ്മുടെ ഇടവക കമ്മിറ്റിക്കാരെയും ദേവാലയങ്ങളെയും നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും ഒക്കെ കുറെ കൂടി ദൈവിക ജ്ഞാനത്തിൽ
ദൈവകൃപയിൽ ദൈവൈക്യത്തിൽ വളർത്തട്ടെ. ഈ ഒറ്റ വഴിയുള്ളൂ രക്ഷപ്പെടാൻ. തിരുനാളൊക്കെ ആഘോഷിച്ച് എന്താ കാര്യമുള്ള? കുറെ തിന്ന് കുടിച്ചു, കുറെ ആഘോഷിച്ചു, കുറെ തുള്ളിച്ചാടി, കുറെ പൈസ മുടക്കി, എന്തെല്ലാം നന്മകൾ ചെയ്യാം. അതൊക്കെ വേദനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയെ തന്നെ തന്നുകൊണ്ട്, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് എപ്പോഴും വെളിപ്പെടുത്തി തന്നുകൊണ്ട് ദിവ്യകാരുണ്യമായി അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കുന്നു. ദിവ്യ സക്രാരിയില് ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദേവാലയത്തില് അങ്ങയുടെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സാന്നിധ്യത്തിന് ശക്തി അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദേവാലയങ്ങളെ ഓർത്ത്, സക്രാരികളെ ഓർത്ത്, ദിവ്യകാരുണ്യത്തെ ഓർത്ത്, വിശുദ്ധ കുർബാനയെ ഓർത്ത്, കൂദാശകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് ഇതിലേക്ക് നയിക്കാൻ വേണ്ടി മാതൃകകളായിട്ട് വിശുദ്ധരെ നൽകി. അവരെ കണ്ട് പഠിക്കാനും അവരിൽ നിറഞ്ഞ കൃപ സ്വീകരിക്കുവാനും അവരെ പോലെ ജീവിക്കാനും വേണ്ടി ഒത്തിരി തിരുനാളുകൾ അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഈശോയെ, അതിനെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്നാൽ കർത്താവെ, ചൈതന്യം നഷ്ടപ്പെട്ട, ലക്ഷ്യം മറന്നുപോയ തിരുനാൾ ആഘോഷങ്ങള്, കർത്താവെ, വചനത്തിന്, കൂദാശകൾക്ക്, ദേവാലയത്തിലെ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതിന് പകരം കർത്താവെ, തിരുനാളിന്ന് വെടിക്കെട്ടും മറ്റ് വാദ്യമേളങ്ങളും ലോകാരൂപിക്ക് അടിമപ്പെട്ട ഡാൻസുകളും സിനിമാറ്റിക് പാട്ടുകളും പൈശാചികമായ DJ പാട്ടുകളും ഫ്യൂഷനും കൊണ്ടൊക്കെ കർത്താവെ മലീമസമാക്കി അങ്ങയുടെ മക്കളെ വീണ്ടും വീണ്ടും ലോകാരൂപിക്ക് അടിമപ്പെടുത്തുന്ന ഇടങ്ങളായി പോയല്ലോ കർത്താവെ. ഞങ്ങളുടെ ദേവാലയങ്ങള്, തിരുനാൾ ആഘോഷങ്ങൾ, കർത്താവെ മാപ്പ്. അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ദൈവകൃപയിൽ വളരാൻ, ദൈവൈക്യത്തിൽ വളരാൻ, അങ്ങനെ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിച്ച് അനുഗ്രഹിക്കപ്പെടാൻ അങ്ങ് നൽകിയ ദൈവികമായ ഈ ഭാഗ്യത്തെ നിസ്സാരവൽക്കരിച്ച് അതിനെ ലോകാരൂപിക്ക് അടിമപ്പെടുത്തിയ കർത്താവ്, ഞങ്ങളുടെ വലിയ പാപത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് മാപ്പ് ചോദിക്കുന്നു. ഇടവകൾക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, ഇതുമായിട്ട് നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുമ്പോ ലോകാരൂപിയെ വിളിച്ചു വരുത്തി കർത്താവെ, നശിച്ചു പോകുന്ന മക്കള്, കുടുംബങ്ങള് എത്രയോ കൃപയിൽ വളരാമായിരുന്നു. കർത്താവ്, ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും കർത്താവ് ഇങ്ങനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദേവാലയങ്ങളെ പരിശുദ്ധിയോടെ ഉപയോഗിക്കാൻ അങ്ങയുടെ കരുണയെ മനസ്സിലാക്കി കൂദാശകളിലൂടെ ആ കരുണയെ സ്വന്തമാക്കി ആ കൃപയിലും ഐക്യത്തിലും ദൈവൈക്യത്തിലും ജീവിക്കാൻ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഇടവകളെ അനുഗ്രഹിക്കും. പ്രത്യേകിച്ചും ഈ ജനുവരി, ഫെബ്രുവരി ഈ മാസത്തില് നോമ്പുകാലത്തിന് മുമ്പ് നടത്തപ്പെട്ട ആഘോഷങ്ങള് ഞങ്ങൾ പരിശോധിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. വിവാഹ ആഘോഷങ്ങള്, തിരുനാൾ ആഘോഷങ്ങള്, മറ്റു പല പല ആഘോഷങ്ങള് ഈശോയെ അങ്ങയെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നല്ല, പോയിട്ടുണ്ട് കർത്താവേ, മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് സുബോധം നൽകണമേ, പ്രകാശം നൽകണമേ. ഇടവക ദേവാലയങ്ങൾക്കും എല്ലാ അഭിഷിക്തർക്കും പ്രകാശം നൽകണമേ കർത്താവെ. ചൈതന്യത്തോടെ ദേവാലയത്തെ കരുതാനും സ്വീകരിക്കാനും തിരുനാൾ ആഘോഷിക്കാനും കൂദാശകൾ പരിക്രമം ചെയ്യാനും ദേവാലയത്തെ, അങ്ങയുടെ കൃപയുടെ കേന്ദ്രമായ ദേവാലയത്തെ അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കാൻ, കൃപ സ്വീകരിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാൻ, അങ്ങയുമായി ഐക്യത്തിൽ ജീവിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാൻ കൃപ നൽകണമേ. മറ്റൊരു ശക്തിയോ മറ്റൊരാഘോഷമോ മറ്റു ലോകാരൂപിയുടെ ഒന്നും ദേവാലയത്തിലേക്ക് കടന്നു വരാതെ ഞങ്ങളുടെ ദേവാലയങ്ങളെ കാത്തുകൊള്ളണമേ. ഇടവക ജനത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അതിൽ വളർത്തണമേ. കൃപയിൽ അതിനുള്ള താല്പര്യം, ധ്യാനത്തോടുള്ള താല്പര്യം, വചനത്തോടുള്ള താല്പര്യം, വിശുദ്ധ കുംഭസാരത്തോടുള്ള താല്പര്യം, വിശുദ്ധ കുർബാനയുള്ള താല്പര്യം, പ്രാർത്ഥനയോടുള്ള താല്പര്യം ജനിപ്പിച്ച് കർത്താവ് വിശുദ്ധരുടെ മാതൃക പിഞ്ചെന്ന് എല്ലാ ആഘോഷങ്ങളും കൃപയായിട്ട് മാറുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് ഇതിലൂടെ ഒത്തിരി ലോകാരൂപിക്കും തിന്മയ്ക്ക് ഞങ്ങളുടെ മക്കളൊക്കെ അടിമകളായി പോയിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബങ്ങള്, ഞങ്ങളുടെ ഇടവകളൊക്കെ എല്ലാം ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ടും അങ്ങയുടെ കരുണയ്ക്കായി പ്രാർത്ഥിച്ച് വലിയ ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും
വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, അങ്ങയുടെ വരങ്ങളും കൃപകളും ചൊരിഞ്ഞ് അങ്ങയുടെ കരുണ ഭക്ഷിച്ച് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ഇടവകകളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ഈശോയേ. ഹല്ലേലൂയ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.